മുണ്ടയില രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനന്റെ മരണത്തിൽ CPIM നേതാവ് വെള്ളനാട് ശശിക്കെതിരെ കുടുംബം. മോഹനൻ CPIMൽ ചേരാത്തതിൽ ശശിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം പറയുന്നു. നവംബർ 20 രാവിലെ കാട്ടാക്കട അമ്പൂരി തേക്കുപാറയിലെ സ്വന്തം റിസോർട്ടിന് പുറകിലാണ് മോഹനനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഹനന്റെ ഉടമസ്ഥതയിൽ 2 റിസോർട്ടുകളാണ് ഇവിടെയുള്ളത്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാത്തതിനാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന മുണ്ടയില രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ ഏറെ നാളായി പ്രതിഷേധമുണ്ടായിരുന്നു. സഹകരണ സംഘം രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ 34 കോടിയുടെ തിരിമറി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഭരണസമിതി പിരിച്ചുവിട്ടു. കേസുകളെ തുടർന്ന് മോഹനൻ ഒളിവിലായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയാണ് മോഹനൻ. പിന്നാലെ ബാങ്കിലെ നിക്ഷേപകരെ വെള്ളനാട് ശശി ഇളക്കിവിട്ടുവെന്നും കുടുംബം ആരോപിക്കുന്നു. വെള്ളനാട് ശശിയും പിന്നെ ബാങ്കിലെ 4 ജീവനക്കാരും ആൾക്കാരുടെ പേര് അച്ഛൻ്റെ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അവരും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഈ ബാങ്കിലെ തന്നെ സ്റ്റാഫുകൾ ഈ വെള്ളനാട് ശശിയുടെ ഇൻഫ്ലുവൻസിൽ നാട് മൊത്തം ബാങ്ക് പൊളിയാൻ പോവാണെന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഡെപ്പോസിറ്റേഴ്സ് എല്ലാവരും വന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിന് ക്യാഷ് കൊടുക്കാനില്ലാണ്ടായി. അതിനുശേഷം അച്ഛൻ കോടതിയെല്ലാം സമീപിച്ചിട്ടുണ്ടായിരുന്നു. പറ്റാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ രാജീവ് ഗാന്ധി ബാങ്കിനെയും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത്. മോഹനന്റെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. കുറിപ്പിൽ ശശി അടക്കമുള്ളവരുടെ പേരുകളുണ്ട്. 24 തിരുവനന്തപുരം.